കർത്താവിൻ്റെ ധന്യ തിരുനാമം ഈ നല്ല സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഈ സന്ദേശത്തിൽ കൂടെ നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ ദൈവം നൽകിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുകയാണ്. വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും എല്ലാ വിശ്വാസ കുടുംബങ്ങൾക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നൊരു വ്യത്യസ്തമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത്. നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടല്ലോ, ദൈവദാസന്മാർ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണമോ അതോ വിശ്വാസികൾ മാത്രമാണോ കണക്ക് ബോധിപ്പിക്കേണ്ടത് എന്ന ഒരു ചോദ്യചിഹ്നത്തോടു കൂടെയാണ് ഞാൻ ആ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള ചില വാക്കുകൾ, പ്രത്യേകിച്ച് ഇതൊരു വിമർശന ബുദ്ധിയോടുകൂടെ കാണാതെ ഈ സന്ദേശം എൻ്റെ വാത്സല്യ കൂട്ടുവേലക്കാർ, ദൈവശ്രേഷ്ഠ ദൈവദാസന്മാർ, ദൈവം കൊടുത്ത നല്ല അധികാരമുള്ള ദൈവദാസന്മാർ, വിശ്വസ്തന്മാരായിരിക്കുന്ന ദൈവദാസന്മാർക്ക് ഈ സന്ദേശം കുറച്ചും കൂടെ വിശുദ്ധിയിലേക്ക് വളരുവാൻ ദൈവം ഇടയാക്കി തീർക്കുമെന്ന തികഞ്ഞ വിശ്വാസത്തോടും പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഈ സന്ദേശം ഇവിടെ പങ്കിടുവാൻ ആഗ്രഹിക്കും. ലേഖനം 14-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്നു, നമ്മിൽ ഓരോരുത്തരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അവിടെ വായിക്കുന്നത് നമ്മിൽ ഓരോരുത്തരും. ഈ വാക്കിന്റെ അർത്ഥം രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിങ്കിലേക്ക് വന്ന ഓരോ വ്യക്തികളും, ഇവിടെ പാസ്റ്റർമാരെന്നില്ല, പുരോഹിതന്മാരെന്നില്ല, ദൈവദാസിമാരെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, ചെറിയവരെന്നില്ല, വലിയവരെന്നില്ല, എല്ലാവരും നമ്മൾ ഒരു ദിവസം ദൈവത്തിന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഇനി നോക്കുക, മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം നോക്കുക. മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും, അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. പ്രൈസ് ദി ലോർഡ്. ഇനി യേശു പറഞ്ഞ ഒരു ഉപമ നോക്കണം. യേശു ഒരു ഉപമ പറഞ്ഞു. ഒരു മനുഷ്യൻ വളരെ വിദൂരതയിലേക്ക് പോകുമ്പോൾ ഒരുത്തന്റെ കയ്യിൽ 5 താലന്തും ഒരുത്തന്റെ കയ്യിൽ 2 താലന്തും ഒരുത്തന്റെ കയ്യിൽ 1 താലന്തും കൊടുത്ത് യജമാനൻ പോയി. അവിടെ നമ്മൾ കാണാൻ സാധിക്കുന്നത്, ആ യജമാനൻ നാളുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അവിടെയും ഒരു കണക്ക് തീർപ്പിന്റെ കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നു. യേശുക്രിസ്തു വിവിധ ഉപമകളിൽ കൂടെ അത് സംസാരിക്കുകയാണ്. ഇനി യേശുക്രിസ്തു മറ്റൊരു ഭാഗത്ത് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞ ഒരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ഒരു മനുഷ്യന് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒന്ന് കാണാതെ പോയാൽ കണ്ടു കിട്ടുന്നത് വരെയും അന്വേഷിക്കാതിരിക്കുമോ? കണ്ടോ ആ ഒന്നിന്റെ വില. അപ്പോൾ ഇതിന്റെ എല്ലാത്തിൻ്റെയും ആകത്തുക എന്ന് പറയുന്നത് ദൈവം ദൈവദാസന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചതെല്ലാം ഒരു ദിവസം നമ്മൾ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്തൊക്കെയാണ് കണക്ക് ബോധിപ്പിക്കണം? എല്ലാ കാര്യത്തിനും കണക്ക് ബോധിപ്പിക്കണം. എന്നാൽ എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചതും ഈ നാളുകളിൽ ദൈവാത്മാവ് ചിന്തിപ്പിക്കുന്നതുമായ ചില വാക്കുകൾ ദൈവദാസന്മാരോട് പങ്കിടുവാൻ ക്രിസ്തുവിൽ എളിയദാസൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ വിലപ്പെട്ട ബുദ്ധി, വിലപ്പെട്ട സമയം, വിലപ്പെട്ട ഹൃദയം ഞാൻ എന്നിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. എന്തോതിനൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഒന്ന്, ദൈവദാസന്മാർ കണക്ക് ബോധിപ്പിക്കേണ്ടത് ആത്മാക്കളുടെ കണക്കുകൾ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന 10 ആത്മാക്കളാകട്ടെ, ഇല്ല ചിലർക്ക് 50 ആത്മാക്കളാകും, ചിലർക്ക് 100 വിശ്വാസികളാകും, ഇല്ലെങ്കിൽ ചിലർക്ക് 1000 വിശ്വാസികളെ ദൈവം തരും. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ ചിന്തിച്ചതുപോലെ അവനവന്റെ പ്രാപ്തി പോലെ ദൈവം ഓരോ വ്യക്തികളെയും കണ്ടറിഞ്ഞ് വിശ്വാസികളെ അവർക്ക് കൊടുക്കാറുണ്ട്. ഈ വിശ്വാസികളെ പരിപാലിക്കുക എന്നൊരു കർത്തവ്യമാണ് ദൈവദാസന്റെ മേൽ ദൈവം നിക്ഷിപ്തമാക്കി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, സങ്കീർത്തനം 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു വിശ്വാസിക്ക്, ഒരു ദൈവദാസൻ ചെയ്യേണ്ട കടമ
എന്താണ്? പച്ചയായ പുൽപ്പുറങ്ങളിൽ അവനെ കിടത്തണം. പ്രൈസ് ദി ലോർഡ്. അതെന്തിനാ അങ്ങനെ പറയുന്നത്? പച്ചയായ ഓരോ ദിവസങ്ങളിലും, ഓരോ ഞായറാഴ്ചകളിലും, ഓരോ കൂടിവരവുകളിലും അവർക്ക് അല്ലെങ്കിൽ വിശ്വാസിക്ക് വേണ്ടത് പഴയ ആഹാരമല്ല, എവിടെയോ കേട്ട ആഹാരമല്ല, പുതിയത് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് നൽകണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മുടെ വിഷയം. നോക്കുക, ഒരു ഇടയൻ തന്റെ ആടിന് വേണ്ടി 21-ാം സങ്കീർത്തനത്തിൽ ദാവീദും ആടുമായിട്ടുള്ള ബന്ധത്തെ കൂട്ടിയിണക്കിക്കൊണ്ട് പറയുന്ന ഒരു ഭാഗമാണ്. പക്ഷേ നമ്മൾ വളരെ വ്യക്തമായി, ഞാൻ ആദ്യമേ പറഞ്ഞു, ചിലപ്പോൾ 10 വിശ്വാസിയായിരിക്കും നിങ്ങൾക്ക് തന്നത്. അവർക്ക് പച്ചയായ പുല്ല് കൊടുക്കണം എന്നതിന്റെ അർത്ഥം, ഒരു ഞായറാഴ്ച കഴിഞ്ഞു, അടുത്ത ഞായറാഴ്ച രാവിലെ ഏതെങ്കിലും യൂട്യൂബിൽ നിന്ന് നോക്കി കണ്ട് ഇത് പ്രസംഗിക്കാമെന്ന് പറയാനല്ല. അത് പുതിയതല്ല. ആരണ്ടോ എഴുതിയ ഒരു പുസ്തകത്തിലെ പ്രസംഗ പരമ്പരയിൽപ്പെട്ട 2-3 റെഫറൻസ് എടുത്തു കൊണ്ടുപോയി വായിച്ച് വിശ്വാസികളെ കൈയടിപ്പിക്കുന്നതല്ല പുതിയ പച്ചയായ അനുഭവം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ തിരുവചനം, നമ്മുടെ അപ്പോസ്തലന്മാർ നമുക്ക് കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. അതെന്താണ്? മുഴങ്കാൽ മടക്കി ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലൂസ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ. എന്നതിന്റെ അർത്ഥം, അടുത്ത ഞായറാഴ്ച ഞാൻ ശുശ്രൂഷിക്കുന്നതിന് മുമ്പ് എനിക്ക് തന്ന അടുത്ത 6 ദിവസം ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്നും പ്രാപിക്കാൻ ഞാൻ സമയമെടുക്കണം. എന്ന് വെച്ചാൽ പച്ചയായ പുൽപ്പുറം ഞാൻ കണ്ടെത്തണം. ആർക്കു വേണ്ടി? ആടുകൾക്ക് വേണ്ടി. സ്തോത്രം. അപ്പോൾ ആ പച്ചയായ പുൽപ്പുറത്തിൽ ആടിനെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ ഇടയൻ എന്ത് ചെയ്യണം? ആദ്യം ഇവിടെ പോകണം. എന്നതിന്റെ അർത്ഥം, ഒരു തിരുവചനം ധ്യാനിക്കുകയും പഠിക്കുകയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുകയും ചെയ്ത് സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവരണം. കൊണ്ടുവന്ന ശേഷം ആ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് അടുത്ത ഞായറാഴ്ച വരുമ്പോൾ അത് ജനത്തിന് കൊടുക്കുമ്പോൾ പച്ചയായ അനുഭവമായിരിക്കും. അങ്ങനെയുള്ള വിശ്വാസികൾ, അങ്ങനെയുള്ള സഭ ഒരിക്കലും തകർന്നു പോകുകയില്ല. അവിടെ പറയുന്ന രണ്ടാമത്തെ ചില വാക്കുകൾ ഞാൻ പറയുകയാണ്. ഒരു ഇടയന്റെ കർമ്മം അല്ലെങ്കിൽ ഇടയന്റെ കർത്തവ്യം, ഒന്ന് പച്ചയായ പുല്ലുകൾ കൊടുക്കണം, പച്ചയായ ദൈവവചനം അവർക്ക് പറഞ്ഞു കൊടുക്കണം. അതിന് ഇടയന്റെ അകത്ത് പച്ചയായ ദൈവ സാന്നിധ്യം വ്യാപരിക്കണം. എന്നും ഏലിയാവ്, എന്നും ദാവീദ്, എന്നും പൗലൂസ്, എന്നും അബ്രഹാം ഇത് കേട്ട് 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 ജനം തഴമ്പിച്ചിരിക്കുകയാണ്. ഇനി നോക്കുക, ഇനിയൊന്ന് പുതിയത് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അവർ എന്ത് ചെയ്യുന്നു? ഈ സഭ വിട്ട് അടുത്തേക്ക് പോകുന്നു. കാരണം എന്താണ്? ഇടയന് ദൈവം കൊടുത്ത ആ പച്ചയായ അനുഭവത്തെ ഇടയൻ ഭക്ഷിക്കുവാൻ, ഇടയൻ കണ്ടെത്തുവാൻ തയ്യാറാകാതെ വന്നപ്പോൾ ഹല്ലേലൂയ, ജനം മടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു, നമ്മുടെ ദൈവം തന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഒരു കരുതൽ നിങ്ങൾക്കുണ്ടായിരിക്കണം. അവർക്ക് എന്ത് ആഹാരം കൊടുക്കണമെന്ന് ഒരാഴ്ച ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ പ്രാപിക്കണം. ഇല്ല എങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ആത്മാവ് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ നമ്മൾ കണക്ക് കൊടുക്കണം. ഒരു ആത്മാവ് ദുരുപദേശത്തിൽ പോയാൽ നമ്മൾ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ആത്മാവ് പിന്മാറ്റത്തിൽ പോയാൽ അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ആത്മാവ് വഴിയാത്രയിൽ തകർന്നു പോയാൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. നോക്കുക, ഒരു ദൈവദാസന്റെ കർത്തവ്യം ചെറുതല്ല. പൗലോസ് പറയുന്നത്, ഇത് ദൈവം എനിക്ക് തന്ന ഉദ്യോഗമാണ്. ഹല്ലേലൂയ. ഇത് എനിക്ക് ദൈവം തന്ന ജോലിയാണ്. സ്തോത്രം. ആ ജോലിയിൽ ഞാൻ ഇരിക്കുമ്പോൾ 100% വിശ്വസ്തത പുലർത്തണം. ദൈവദാസനെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ഭൃത്യന്മാരോട് ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ജീവിതം നിങ്ങൾ നയിക്കുന്നുണ്ട്, നന്നായി പാടുന്നുണ്ട്, നന്നായി പ്രാർത്ഥിക്കുന്നുണ്ട്, ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ആടുകളെ കുറിച്ചുള്ള കരുതൽ, നല്ല പച്ചയായ അനുഭവങ്ങളിലേക്ക് ഓരോ ഞായറാഴ്ചയും ദൈവസന്നിധിയിൽ വിശ്വസ്തരായി കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ദൈവമക്കളെ വളർത്തിയെടുക്കേണ്ടത് ഒരു ഇടയന്റെ കടമയാണ്. നമുക്ക് എത്ര വിശ്വാസികൾ ഉണ്ടെന്നല്ല, 10 വിശ്വാസിയെ ദൈവം തന്നുള്ളൂ. ആ 10 വിശ്വാസികളെയും പച്ചയായ, എന്ന് വെച്ചാൽ പച്ചയായ വചനത്തിൽ
അവരെ ഓരോ ആഴ്ചകളിലും വഴി നടത്തണം. സ്തോത്രം. ഇല്ല എങ്കിൽ അവർ അടുത്ത 6 ദിവസം അവരുടെ ഈ ലോകത്താണ് അവർ ജീവിക്കുന്നത്. പല ജോലികൾക്ക് കടന്നു പോകുന്നു, പലരുമായി അവർ മിങ്കിൾ ചെയ്യുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നറിയണ്ടേ? നമ്മൾ കൊടുക്കുന്ന ഒരു വചനം നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് വന്ന് നമ്മൾ ജനത്തിന് കൊടുക്കുമ്പോൾ ജനം അടുത്തൊരാഴ്ചക്കാലം ഈ വരുന്ന പ്രതിസന്ധികളിൽ അവർ ജയിക്കുവാനിടയാകും. 2, സ്വസ്ഥമായ വെള്ളത്തിൽ എന്നെ നടത്തുന്നു എന്ന് വെച്ചാൽ സ്വസ്ഥമായ ഒരാത്മാവിന്റെ സാന്നിധ്യം ഇവരുടെ ഇടയിൽ ഉണ്ടാകണം. ചിലയിടത്ത് വചനം മാത്രം പറയും. ചില ദൈവദാസന്മാർ വിശ്വാസികളെ വചനം പറഞ്ഞ് ഉറപ്പിച്ച് നിർത്തുന്നു, നല്ലതാണ്. പക്ഷെ അതിനകത്ത് ആത്മാവിന്റെ ഒരു നദിയും കൂടെ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, വചനം മാത്രം പോരാ, ആത്മാവിന്റെ ഒരു ഒഴുക്കുണ്ടായിരിക്കണം. സഭകൾക്കകത്ത് ആത്മാവിന്റെ ഒഴുക്കുണ്ടായിരിക്കണം. നമ്മുടെ ശുശ്രൂഷകളിൽ ആത്മാവിന്റെ ഒഴുക്കുണ്ടായിരിക്കണം. അത് എന്ത് വേണം? നാം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ദൈവത്തിൽ നിന്ന് നാം പ്രാപിക്കുമ്പോൾ ആത്മാവിന്റെ വെള്ളത്തിന്റെ ഒഴുക്ക് നമ്മിൽ കൂടെ ജനമത് അനുഭവിക്കുവാനിടയാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, യൂട്യൂബിൽ ഒത്തിരി പ്രസംഗങ്ങളുണ്ട്, ഒത്തിരി പുസ്തകങ്ങൾ നമുക്ക് വായിച്ച അറിവുണ്ട്. പക്ഷേ ഇതൊന്നും വേണ്ടെന്നല്ല. ഇതിനകത്ത് പ്രസംഗിച്ചാൽ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ അവർ മെസ്സേജ് തന്നത് ദൈവം അവർക്ക് കൊടുക്കുന്ന ശുശ്രൂഷയുടെ ഒരു ഭാഗമാണ്. അത് ആർക്കൊക്കെയോ പ്രയോജനപ്പെടാൻ ദൈവം യൂട്യൂബിൽ ഇട്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മറ്റു രീതിയിൽ മാധ്യമങ്ങളിൽ കൂടെ അത് പുറത്തു കൊണ്ടുവരികയാണ്. എന്നാൽ നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ വിശ്വാസിക്ക്, നമ്മുടെ പത്താത്മാക്കൾക്ക് നമ്മൾ കൊടുക്കണം. എന്താ? ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് എന്ന് വെച്ചാൽ ദൈവത്തിനറിയാം ഈ വരുന്ന ഞായറാഴ്ച വിശ്വാസികൾ ഏത് തലത്തിലാണ് വരുന്നത്. പിന്മാറ്റക്കാർ വരും, രോഗികൾ വരും, പ്രശ്നക്കാർ വരും, മാനസികമായി തകർന്നവർ വരും. ഹല്ലേലൂയ. അവർക്ക് കൊടുക്കേണ്ട സന്ദേശം നമ്മൾ കൊടുക്കണമെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചേ മതിയാകുള്ളൂ. ആകയാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് അവരെ ആത്മാവിന്റെ ഒഴുക്കിൽ ദൈവവചനത്തിൽ ഉറപ്പിച്ചില്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അവരുടെ ആത്മാക്കൾക്ക് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്കണമേ, ഒരു ആത്മാവിന്റെ വില എന്താണ്? ഹല്ലേലൂയ. ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത് സർവ ലോകത്തേക്കാൾ വിലയുള്ളതാണ്. ഒരു ആത്മാവിന്റെ വില എന്ന് പറയുന്നത്. നിങ്ങളുടെ മുമ്പിൽ 10 ആത്മാക്കൾ ഇതിൽ ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ, അതിൽ വലിയ ഇടയനായ ക്രിസ്തുവിന്റെ മുമ്പിൽ, അനായാസനത്തിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് ബോധിക്കുന്ന ഒരു സമയമുണ്ടാകും. അന്ന് നമ്മുടെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? എന്നെ കേൾക്കുന്ന ദൈവദാസനെ, ഹല്ലേലൂയ, കർത്തൃവേലയായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുന്നു, നമ്മൾ ആരുടെയെങ്കിലും എന്തെങ്കിലും കണ്ട് ഹല്ലേലൂയ അനുകരിക്കുന്നവരായിട്ടല്ല, ക്രിസ്തുവിന്റെ അനുകാരികളാകുവാൻ പൗലോസ് പറഞ്ഞതുപോലെ മുഴങ്കാൽ മടക്കി ജനത്തിന് വേണ്ടി കൊടുക്കേണ്ട ദൂതുകൾ നമ്മൾ കണ്ടെത്തുക. പ്രൈസ് ദി ലോർഡ്. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിൽ നടത്തുന്നു, എന്റെ പ്രാണനെ തടിപ്പിക്കുന്നു. അപ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിനകത്ത് മാനസികമായി തകർന്നു പോകുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടാകാം. നാട് വിട്ടു, വീട് വിട്ടു, കൂട്ടം വിട്ടാണ് ഈ മാർഗത്തിൽ വന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. അവർ ഒറ്റപ്പെടുന്ന അവസ്ഥകൾ വരും. അവരുടെ മാനസികമായി തളർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അന്ന് ആരുണ്ടായിരിക്കണം? ദൈവദാസൻ അവർക്കൊരു ആശ്വാസത്തിനുണ്ടായിരിക്കണം, പ്രാർത്ഥനയ്ക്കുണ്ടായിരിക്കണം, വചനം പറഞ്ഞ് അവിടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കാൻ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നോക്കണം, ഇന്ന് നോക്കണം, അങ്ങനെ പല ദൈവ മക്കളും അല്ലെങ്കിൽ വിശ്വാസികൾ പലപ്പോഴും മാനസികമായി തകർന്ന് അവസാനം അവർ ചിന്തിക്കും, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഒന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കൊരു ദൈവദാസനില്ല, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ ഉറപ്പിക്കാൻ ഒരു ദൈവദാസന്മാരില്ല എന്ന് പറഞ്ഞ് അവർ പഴയ അനുഭവത്തിലേക്ക് പോകുന്നു. എന്ന് വെച്ചാൽ പിന്മാറ്റത്തിലേക്ക് പോകുന്നു. കാരണം എന്താണ്? ദൈവം ആക്കിയ ഇടയൻ ആടുകളുടെ കാര്യം ശ്രദ്ധിക്കാത്തത് കൊണ്ട്. കാരണം എന്താ? ഇപ്പോഴെന്ന് പറയുന്നത് ഹല്ലേലൂയ, ബ്രോക്കർ പണിതുണ്ട്, ഹല്ലേലൂയ, കല്യാണത്തരവുണ്ട്, ഭൂമാഫിയയുടെ കൂടെ ഭൂമി വിൽപ്പനയ്ക്ക് വേണ്ടി ദൈവദാസന്മാർ നടക്കുന്നു. സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ഇതിനു വേണ്ടിയല്ല ഈ 10 ആത്മാക്കളെ ദൈവം തന്നത്. ഇവരെ പണിഞ്ഞെടുത്ത്, ദൈവവചനത്തിൽ പണിഞ്ഞെടുത്ത്, അവരുടെ കഷ്ടങ്ങൾ അവരുടെ കൂടെ നടന്ന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, അവർക്ക് വേണ്ടി ഉപവസിച്ച്, ആ 10 ആത്മാക്കളെയും നിത്യതയിൽ എത്തിക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാനിടയാകും.
അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇടയ ശ്രേഷ്ഠൻ വെളിപ്പെടുമ്പോൾ നിങ്ങൾക്ക് വാടാത്ത കിരീടം ലഭിക്കുമെന്ന് ദൈവവചനം പറയുന്നത് പോലെ, എന്റെ പ്രിയമുള്ളവരെ, ഇവിടെ നമുക്ക് കൂലി മാത്രമേ ഉള്ളൂ, പ്രതിഫലം ഉയരത്തിലുണ്ട്. പ്രതിഫലം വാങ്ങണമെങ്കിൽ ഒരൊറ്റ കാര്യം, ദൈവം തന്ന ആത്മാക്കളുടെ കണക്ക് ദൈവസന്നിധിയിൽ അവസാനം എത്തിക്കേണ്ട ഒരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇവരെ ആശ്വസിപ്പിക്കണമെങ്കിൽ ദൈവദാസൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. മാനസികമായി തകർന്നു പോകുന്ന ചില സാഹചര്യമുണ്ട്, പിന്മാറ്റത്തിന്റെ മണ്ഡലങ്ങളിലേക്ക് പോകുന്ന അവസ്ഥകളുണ്ട്. അപ്പോഴെല്ലാം ദൈവദാസൻ ആ വിശ്വാസിയുമായുള്ള ഒരു ബന്ധം ഉണ്ടായിരിക്കണം. അതല്ലേ യേശു പറഞ്ഞ ഉപമയിൽ, ഒരു ആട് ആ 99 വിട്ട് ഇടയനെയും വിട്ട് പോവുകയാണ്. എവിടെയോ പോയി, ഏതോ ഒരു മേച്ചിൽ പുറത്തു പോയി, ഏതോ ഒരു പിന്മാറ്റത്തിൽ പോയി. ആ ഇടയ എണ്ണി നോക്കിയപ്പോൾ ഒന്ന് കുറവ്. അവനെന്ത് ചെയ്തു? ആ രാത്രി ആ ചെളിക്കുണ്ടിലൊക്കെ ആ കാടുമേടുകൾ സഞ്ചരിച്ച് ഒന്നിനെ തേടി വന്നു. പ്രിയ ദൈവദാസന്മാരെ, നമ്മുടെ ശുശ്രൂഷയുടെ നടുവിൽ ദൈവം നമുക്ക് ഒത്തിരി ആത്മാക്കളെ തന്നു. ഇന്ന് നമ്മുടെ മുമ്പിൽ പലരും പിന്മാറ്റക്കാരല്ലേ? ഇന്ന് നമ്മെ വിട്ട് പലരും പോയില്ലേ? അവർ പഴയ ജാതികളായി തീർന്നില്ലേ? ഇന്ന് ക്രിസ്തുവിന്റെ ശത്രുക്കളായി അവർ മാറി കഴിഞ്ഞില്ലേ? ഇതിന് കാരണം നമ്മൾ ഓരോരുത്തരാണ്. നമ്മൾ ഇന്ന് ദൈവസന്നിധിയിൽ കരയുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, അവിടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളോട് ഒരിക്കൽ കൂടി ആഹ്വാനം ചെയ്യുകയാണ്. കണ്ടോ, അവിടെ പ്രാണനെ തണുപ്പിക്കുന്നു. അത് ആരുടെ ജോലിയാണ്? ദൈവദാസന്റെ ജോലിയാണ്. വിശ്വാസികളുടെ പ്രാണനെ തണുപ്പിക്കുക. 3, തിരുനാമം നിമിത്തം നീതിപാതയിൽ നടത്തുന്നു. ഒരു നീതിപാതയിൽ നടത്തേണ്ടത് ദൈവദാസനാണ്. വിശ്വാസികൾ അല്പം തെറ്റിപ്പോയാൽ നീതി അതല്ല മോനെ, ഇതാണെന്ന് പറഞ്ഞ് നടത്തേണ്ടത് പാസ്റ്ററുടെ കടമയാണ്. വിശ്വാസികൾ ലോകത്ത് സഞ്ചരിക്കുമ്പോൾ ദൈവദാസൻ അത് തിരിച്ചറിയണം. ഒരു തെറ്റിലേക്ക് പോകുമ്പോൾ, ഒരു ബലഹീനതയിലേക്ക് പോകുമ്പോൾ, ഞാനൊരു ഉദാഹരണം പറയുകയാണ്. അപ്പൻ വലിയ സിഗരറ്റ് വലിച്ചുകൊണ്ട് നടക്കുന്നത് മോൻ കണ്ടു. ആ അപ്പൻ വലിച്ചിട്ട മുറി ബീഡിയുടെ അറ്റം കിടക്കുമ്പോൾ മോൻ വലിക്കുന്നു. അപ്പന് പറയാൻ വോയിസ് ഉണ്ടോ? മോനെ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയാൻ സാധ്യത. ഇതുപോലെയാണ് ദൈവദാസന്മാർ. നീതിപാതയിലാണോ വിശ്വാസികളെ നമുക്ക് നീതിയിൽ കൊണ്ടുവരാൻ പറ്റും? ഒരു പാസ്റ്റർ എന്ന് ഭാഗ്യക്കുറി എടുക്കുന്നു, അത് വചനവിരുദ്ധമാണ്. അപ്പോൾ വിശ്വാസി ഭാഗ്യക്കുറി എടുക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ? എടുക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ? കാരണം എന്താ? നമ്മൾ ഇവിടെ നീതിയിലല്ല. പാസ്റ്റർ എപ്പോഴും ഏഷ്യന് പറയുന്ന മനുഷ്യനാണ്. നമുക്ക് വിശ്വാസിയോട് പറയാൻ പറ്റുമോ? ഏഷ്യന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ സാരം, ദൈവദാസന്മാർ എപ്പോഴും ഘനശാലികളായിരിക്കണം. സ്തോത്രം. അതാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ നീതിയിലാണെങ്കിൽ നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന 10 ആത്മാക്കളെ നമുക്ക് നീതിയിൽ നടത്തേണ്ടത് നമ്മുടെ കടമയാണ്. നോക്കുക, ആ നീതിയിൽ നടന്നു വരുന്ന വിശ്വാസികൾ ഒരിക്കലും തെറ്റിപ്പോകുകയില്ല. അവരുടെ മരണം വരെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാനിടയാകും. ഞാൻ പറഞ്ഞല്ലോ, പച്ചയായ ആഹാരം കൊടുത്താൽ, സ്വസ്ഥമായ വെള്ളത്തിൽ കൂടെ നടത്താൽ, ആത്മാവിന്റെ സാന്നിധ്യത്തിൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് ദൈവവചനം കൊടുത്താൽ ഒരു വിശ്വാസിയും തെറ്റിപ്പോകത്തില്ല. അവർക്ക് ജീവിതത്തിനകത്ത് പ്രാണനിൽ വേദന വരുന്ന സമയമുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും. ആ സമയത്ത് വിശ്വാസിക്കും ഉണ്ടാകും. പക്ഷേ അന്ന് ആശ്വസിപ്പിക്കാൻ ഒരു ദൈവദാസൻ, തനിക്ക് ദൈവം കൊടുത്ത ഒരു ദൈവദാസൻ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ആ വ്യക്തി പിന്മാറിപ്പോകുകയില്ല. ഇനി തിരുനാമം നിമിത്തം നീതിപാതയിൽ നടത്തുവാൻ ദൈവദാസൻ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവൻ വഴിതെറ്റിപ്പോകുകയില്ല. ഇനി കൂരിന്റെ താഴ്വരയിൽ കൂടെ കടക്കും എന്ന് വെച്ചാൽ ആ വിശ്വാസ വീട്ടിൽ ഒരു ചിലപ്പോൾ മരണം സംഭവിച്ചെന്ന് വരാം, അനർത്ഥങ്ങൾ വരാം. അന്നും ഇടയൻ കൂടെ ഉണ്ടായിരിക്കണം. ഞാൻ ഒത്തിരി പ്രവചനങ്ങൾ പറഞ്ഞു കേട്ടില്ല, ഞാൻ എത്ര വചനം പറഞ്ഞു കേട്ടില്ല, വെച്ച് അനുഭവിക്കട്ടെ എന്ന് പറയുന്ന അനേക ദൈവദാസന്മാരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ ഒരു വാക്ക് നമുക്ക് ചലിക്കാൻ പാടില്ല. കാരണം ഇത് ദൈവം തന്ന ആത്മാക്കളാണ്. ഇതിന് വില കൊടുക്കേണ്ടത് നമ്മളാണ്. സ്തോത്രം. ഈ കുടുംബം ഒരു തകർന്ന അവസ്ഥയിൽ കഴിയുമ്പോൾ ഓടിച്ചെന്ന് പ്രാർത്ഥിക്കാനും ആശ്വസിക്കാനും ആ ഇരുട്ടിന്റെ അവസ്ഥയിൽ നമ്മളൊരു വെളിച്ചമായി നിൽക്കാൻ കഴിയുമെങ്കിൽ, ഹല്ലേലൂയ, ആ വിശ്വാസി ജീവിതത്തിൽ ഒരിക്കലും തകർന്നു പോകുകയില്ല. നോക്കുക, അടുത്ത് പറയും, കൂരിന് താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടില്ല, നീ എന്റെ കൂടെ ഇരിക്കുന്നല്ലോ. അടുത്ത് വടിയും കോലും ഉള്ള ദൈവദാസൻ. വടി എന്തിനാണ്? ഉപദേശം.
സ്തോത്രം. നമ്മുടെ വിശ്വാസികൾക്ക് ഉപദേശം കൊടുക്കണം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു വരുന്നവർക്ക് സുവിശേഷം പറയുന്നു, അത്ഭുതം, രോഗശാന്തി ഒക്കെ പറയുന്നു. ഇത് മരണം വരെയും അത് പോകാനല്ല പറയുന്നത്. സ്തോത്രം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്നു കഴിഞ്ഞവന് അടുത്ത് വേണ്ടത് ഉപദേശമാണ്. സഭകളിൽ ഉപദേശം പറയാറില്ല. ദശാംശം പറഞ്ഞാലും ഉപദേശം പറയില്ല. എപ്പോഴും അത്ഭുതമാണ്, എപ്പോഴും രോഗശാന്തിയാണ്, എപ്പോഴും ഭൂതശാന്തിയാണ്. എന്നാൽ ഇതിനകത്ത് വല്ല മാറ്റമുണ്ടോ? ഒന്നും മാറ്റമില്ല. 10 ആഴ്ച വന്നു, 10 ആഴ്ച ദാണ്ട വിടുതൽ വിടുതൽ വിടുതൽ. ആ സമയത്ത് 11ാമത്തെ ആഴ്ച പറഞ്ഞു, ആ വിശ്വാസി പറയുന്നു, ഹല്ലേലൂയ, വിടുതൽ വിടുതൽ എന്ന് പറയുന്നതല്ലാതെ ഇവിടെ വിടുതലില്ല, ദാണ്ടെ അവൻ പിന്മാറ്റത്തിൽ പോകുന്നു. അതിന്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്നാൽ ഒരുവൻ രക്ഷയുടെ അനുഭവത്തിൽ വന്നാൽ അവൻ അടുത്ത് കൊടുക്കേണ്ടത് ഉപദേശമാണ്. കോല്, വടിയും കോലും. വടി ഉപദേശത്തെ കാണിക്കുകയാണ്. സ്തോത്രം. ബാലശിക്ഷയിലും പഥ്യ ഉപദേശത്തിലും ദൈവവചനത്തിൽ നമ്മുടെ വിശ്വാസികളെ പടിഞ്ഞെടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അത് നമുക്ക് ഉപദേശം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസികളെ ഉപദേശം പഠിപ്പിക്കാൻ പറ്റൂ. നമ്മൾ വെറും അത്ഭുതത്തെ മാത്രം ആശ്രയിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ വിശ്വാസികളെ നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിക്കും. അപ്പോൾ ഒരു ഇടയൻ അല്ലെങ്കിൽ ഒരു ദൈവദാസൻ എന്തുണ്ടായിരിക്കണം? ഉപദേശമുള്ളവനായിരിക്കണം, ഉപദേശത്തിൽ ജീവിക്കുന്നവനായിരിക്കണം. ഈ ജീവിതം കണ്ടാണ് വിശ്വാസികൾ ഹല്ലേലൂയ ഉപദേശത്തിൽ നടക്കേണ്ടത്. അല്പം തെറ്റുകൾ ഉണ്ടാകും, ആ വചനത്തിന്റെ ഉപദേശം കൊണ്ട് നമ്മൾ തട്ടി ശരിയാക്കാൻ പറ്റും. ഹല്ലേലൂയ. ഇനി കോലുണ്ട്, വടിയും കോലും. സ്തോത്രം. അവനെ ആശ്വസിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ചില ആടുകൾ ചില പൊക്കമുള്ള ചില വൃക്ഷ കൊമ്പുകൾ ചാഞ്ഞിങ്ങനെ കിടക്കുമ്പോൾ എത്തി പിടിക്കും, കിട്ടില്ല. അപ്പോഴാണ് ഇടയൻ അതിനെ ചായച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ പ്രാർത്ഥനയിൽ ഒരു സപ്പോർട്ട്. അവർ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിന്റെ കൂടെ ഇടയന്റെ ഒരു സപ്പോർട്ട്, പ്രാർത്ഥനാ സപ്പോർട്ട്. അവരെ വചനത്തിൽ ഉറപ്പിക്കുന്നു, വിശ്വാസത്തിൽ ഉറപ്പിക്കുന്നു, വടിയും കോലും ആശ്വസിപ്പിക്കുന്നു. ഇതൊക്കെ ആർക്ക് വേണം? ഇടയന് വേണം. എങ്കിൽ ഒരാത്മാവും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുകയില്ല. ഇനി അടുത്ത്, ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. ആര്? ഇടയൻ ശത്രുവിന്റെ മുമ്പിൽ അവൻ വിരുന്നൊരുക്കുകയാണ്. 2 തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്താ അതിന്റെ അർത്ഥം? അഭിഷേകം പ്രാപിച്ച 10 ആത്മാക്കളുണ്ട്. ആ ഒരു സഭയിൽ ദൈവം കൊടുത്ത 10 ആത്മാക്കൾ അഭിഷേകത്താൽ നിറയപ്പെടുന്നവരായിരിക്കണം. സ്തോത്രം. അതിന് ഈ ദൈവദാസന് അഭിഷേകത്തിന് ഒരു വില കൊടുക്കുന്ന മനുഷ്യനായിരിക്കണം. പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്ന മനുഷ്യൻ. സ്തോത്രം. ആ സഭ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ സഭയായിരിക്കും. സ്തോത്രം. എന്ന് വെച്ചാൽ ആടുകൾ രാവിലെ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ഇടയൻ എണ്ണി വിടുന്നതിന് മുമ്പ് കയ്യിൽ എണ്ണയുണ്ട്. ആ എണ്ണ എല്ലാത്തിന്റെയും തലയിൽ പുരട്ടി വിടും. എന്തിനെന്നറിയണ്ടേ? ചരിത്രം പറയുന്ന ഒരു ഭാഗമാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഈ ആടുകൾക്കൊരു കുഴപ്പമുണ്ട്. ഏതെങ്കിലും കുറച്ച് വെള്ളം കണ്ടാൽ ഓടിച്ചത് മണപ്പിക്കും. ഏതെങ്കിലും പൊത്ത് കണ്ട, കാട്ടിലേതെങ്കിലും മരത്തിന്റെ പൊത്ത് കണ്ട തലയിട്ട് നോക്കും. ആ സമയത്ത് അതിനകത്ത് വെള്ളം കെട്ടിക്കിടന്ന് കൃമികൾ കിടക്കും. ഇത് ശ്വാസകോശം വഴി തലച്ചോറിൽ കയറി അവർ ചത്തു വീഴാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇടയന്മാർ ചെയ്യുന്നത് അതിന് എണ്ണ പുരട്ടി വിടാറുണ്ട്. സ്തോത്രം. ഈ എണ്ണ പുരട്ടി വിടുമ്പോൾ ഈ എണ്ണയുടെ മണം കേട്ടിട്ട് ഈ കൃമികൾ ചത്തുപോകുമെന്നും ഇതിലോട്ട് പ്രവേശിക്കുകയില്ല എന്നുമാണ് ചരിത്രം പറയുന്നത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, അതിനകത്തൊരു ആത്മീയ സത്യമുണ്ട്. ദൈവദാസൻ ആത്മാഭിഷേകത്താൽ ആണെങ്കിൽ, ആത്മാഭിഷേകമുള്ള മനുഷ്യനാണെങ്കിൽ, പരിശുദ്ധാത്മാവിന് വില കൊടുക്കുന്ന മനുഷ്യനാണെങ്കിൽ, സഭയിലുള്ള ഓരോ വ്യക്തികളും പരിശുദ്ധാത്മാവിൽ നിറയപ്പെടണം. കാരണം എന്താണെന്ന് അറിയണ്ടേ? ഇടയൻ കാണുകയില്ല, ദൈവദാസനെ അറിയില്ല. ഇവർ പലയിടങ്ങളിലാണ് ഒരാഴ്ച സഞ്ചരിക്കുന്നത്, പലരുമായുള്ള ബന്ധങ്ങൾ, പല ജോലികളിൽ ഏർപ്പെടുന്നു, പലയിടങ്ങളിൽ പോകുന്നു. ഇതിനകത്ത് പാപമാകുന്ന കൃമികൾ ഉള്ള സ്ഥലങ്ങൾ പലയിടത്തുമുണ്ട്. ഇവർക്കറിയില്ല. ഇവർ അവിടെ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേലുണ്ടെങ്കിൽ അവിടെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് അവർക്ക് ബോധം വരുത്തുവാനിടയാകും. അതാണ് പരിശുദ്ധാത്മാവിന്റെ എണ്ണ. ഹല്ലേലൂയ. ഈ എണ്ണ ഇല്ലാത്തത് കൊണ്ടാണ് പല വിശ്വാസികളിലും ആത്മീയ മരണം സംഭവിക്കുന്നത്. അതിന്റെ കണക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി നോക്കുക,
ഹല്ലേലൂയ. ഓരോ ഭാഗങ്ങളും നമ്മൾ ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ ഒരു ഇടയന്റെ ബന്ധത്തെ കുറിച്ച് അവിടെ കാണാൻ സാധിക്കുന്നത് എത്ര വ്യക്തമാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം നോക്കുക. ഇടയന്റെ പ്രത്യേകത, അവൻ രാവിലെ, ഞാൻ പറഞ്ഞല്ലോ, കൂട്ടിൽ നിന്നും അവൻ വിടുകയാണ്, എണ്ണ തേച്ച് എണ്ണ വിടുകയാണ്. എന്ന് വെച്ചാൽ രാവിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് ആരുടെ കടമയാണ്? ദൈവദാസന്റെ കടമയാണ്. ഇനി വൈകിട്ടാകുമ്പോൾ കയറ്റണം, അതിലെവിടെയെങ്കിലും ഒന്ന് കുറയാൻ പാടില്ല. എന്ന് വെച്ചാൽ രാത്രിയിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ഇടയന്റെ കടമ, അല്ലെങ്കിൽ ദൈവദാസന്റെ കടമ. സ്തോത്രം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇങ്ങനെ പോകുന്ന ഒരു സഭ, ഇങ്ങനെ നമ്മുടെ മുമ്പിൽ വരുന്ന വിശ്വാസികൾ ഒരിക്കൽ പോലും അവർ പട്ടുപോകുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, വചനം പറയുന്നു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാൻ വരെ ഇടയൻ തയ്യാറാകണം. ഒരാള് നഷ്ടപ്പെട്ടു പോയാൽ, ഒരാള് ദൈവസന്നിധി വിട്ടുപോയാൽ, അവന് വേണ്ടി ഉപവസിക്കാൻ, അവന് വേണ്ടി കരയാൻ, അവന് വേണ്ടി നെടുവീർപ്പിടാൻ, അവന് വേണ്ടി ദൈവത്തോട് പക്ഷപാതം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. കാരണം ഒരാത്മാവിന്റെ വില സർവ്വലോകത്തേക്കാൾ വിലയാണ്. അതുകൊണ്ട് ദൈവദാസന്മാരോട് ഹൃദയപൂർവ്വം ഞാൻ പറയുന്നു, നമ്മൾ ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ആർക്ക് വേണ്ടി? നമ്മുടെ മുമ്പിൽ ദൈവം എന്ന ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ ഇതിനെല്ലാം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഇന്ന് വിശ്വാസികളെ നോക്കാൻ നമുക്ക് സമയമില്ല, ഭയങ്കര തിരക്കാണ്. എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് 50 വിശ്വാസികളെ തന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. അവരിൽ കൂടെ ആത്മാക്കൾ നമ്മുടെ സഭയിൽ വരും. ചിലർ പറയും, ഈ 10 പേരെ വെച്ച് എങ്ങനെ വരുമാനമൊക്കെ നടത്തും? അവിടെയാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. ഇതുകൊണ്ടാണ് നമ്മുടെ പല ദൈവദാസന്മാർ ബ്രോക്കർ പണിക്ക് പോകുന്നത്, തരവ് പണിക്ക് പോകുന്നത്. എത്ര നാണക്കേട്! സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, നമ്മൾ തരവിന് പോകുമ്പോൾ, പെൺതരവിന് പോകുമ്പോൾ, ബൈബിളിനകത്ത്, ദൈവദാസന്മാരുടെ ബൈബിളിനകത്ത് പെണ്ണിന്റെയും ചെറുക്കന്റെയും പെണ്ണിന്റെയും ഫോട്ടോ വെച്ച് നടക്കുന്ന ഉപദേശിമാരുണ്ട്. അവർ ആരാധനയ്ക്ക് വരുമ്പോൾ അവരുടെ കണ്ണ് മുഴുവനും സുന്ദരന്മാരോ സുന്ദരിമാരോ ആരെങ്കിലും ഉണ്ടോ? കല്യാണം കഴിക്കാത്തവരുണ്ടോ? പ്രിയമുള്ളവരെ, ഇതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എത്ര ആത്മാക്കളാണ് ഈ നാളുകളിൽ നമ്മുടെ ആത്മലോകത്ത് നശിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിന് ദൈവം നിങ്ങളോട് കണക്ക് ചോദിച്ചിരിക്കും, അത് നിശ്ചയമാണ്. ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് കണ്ടാൽ, വലിയ നമ്മളെ ഏൽപ്പിച്ച ഇടയന്റെ കയ്യിൽ നിങ്ങൾ ആടിനെ ഏൽപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരായിരിക്കണം. ഈ ആടുകൾക്ക് എവിടെയെങ്കിലും ഒരു ചതവ് വന്നാൽ, മുറിവ് വന്നാൽ, എവിടെയെങ്കിലും വീഴ്ച വന്നാൽ, ആ ഇടയൻ അവിടെ ഓടിയെത്തണം. നടക്കാൻ പറ്റിയില്ലെങ്കിൽ അവനെ തോളിലെടുക്കണം. അവൻ ഉടഞ്ഞു കിടക്കുമ്പോൾ, വിശ്വാസി തകർന്നു കിടക്കുമ്പോൾ, വിശ്വാസി പരാജയപ്പെട്ട് കിടക്കുമ്പോൾ, വിശ്വാസി ജീവിതത്തിനകത്ത് നിരാശപ്പെട്ട് കിടക്കുമ്പോൾ, അവിടെ കിടക്കിട്ടെന്നല്ല, അവന്റെ അടുക്കൽ ചെന്ന് അവന് കോരിയെടുക്കുന്നവന്റെ പേരാണ് ദൈവദാസൻ. ആ ദൈവദാസന്റെ ക്വാളിറ്റി അതാണ്. ആ ദൈവദാസന് വാടാത്ത കിരീടം ദൈവം ഒരിക്കലും നൽകുവാനിടയാകും. ആകയാൽ നമ്മൾ ആർക്ക് കണക്ക് കൊടുക്കണം? ആത്മാക്കൾക്ക് കണക്ക് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം പറഞ്ഞാൽ, നമുക്ക് ദൈവം തരുന്ന ഓരോ പൈസയ്ക്കും ദൈവം കണക്ക് കൊടുക്കും, ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. ഞാൻ ഈ വീഡിയോ ഞാൻ എടുക്കുവാനുള്ള ഒന്നാമത്തെ കാര്യം, ഞാൻ വലിയ ശ്രേഷ്ഠനായോ, ഞാൻ വലിയ എല്ലാം തികഞ്ഞവനായിട്ടോ അല്ല, ഒരൊറ്റ കാര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ദൈവദാസന്മാരോട് സംസാരിക്കാൻ ആഗ്രഹിച്ചത്. എന്റെ മുമ്പിൽ ഒരു സഹോദരി കടന്നു വന്നു. അവർ എന്നോട് പറഞ്ഞു, എനിക്കൊരു പുതിയ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ചോദിച്ചു, ഇപ്പോൾ പോകുന്ന ജോലി? അവിടെ കണ്ണുകൾ നിറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പോകുന്ന ജോലി സ്ഥലത്ത് ജോലി ചെയ്യാൻ എന്നെ പ്രേരിപ്പിക്കും. ഞാൻ ബാത്റൂം കഴുകുമ്പോൾ അവിടുത്തെ ആൾ വന്ന് എന്നോട് പറഞ്ഞു, കൈകൊണ്ട് ക്ലോസറ്റ് കഴുകി വൃത്തിയാക്കാൻ പറഞ്ഞു. എന്റെ ചങ്ക് തകർന്നു, കണ്ണ് നിറഞ്ഞു പോയി. നോക്കുക, ഈ സഹോദരി ജോലിക്ക് പോയി കിട്ടുന്നതിന്റെ ദശാംശം ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനു വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുവരുമ്പോ അത് ഉപയോഗിക്കുന്നതാണ്. ദൈവമല്ല ഉപയോഗിക്കുന്നത്, ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്ന ഇടയനായിരിക്കുന്ന ഞാനാണ് ഉപയോഗിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആ പൈസയുടെ വില എത്ര വലിയ മൂല്യമുള്ളതാണ്. സ്തോത്രം. നോക്കുക, രാത്രിയും പകലുമില്ലാതെ അധ്വാനിച്ച് സൂര്യന്റെ താപമേറ്റ് ശരീരം പൊള്ളിയാലും ജോലി കഴിഞ്ഞ്
ദശാംശം കുറയ്ക്കാതെ സ്തോത്ര വഴിപാട് ഇടാത്തൊരു ആഴ്ചകളില്ല. വിശ്വാസികൾ കൊണ്ടുവരുന്നത് ഈ പൈസ ഏത് പൈസയാണ്? ദൈവരാജ്യത്തിന് കൊടുക്കുന്ന പൈസയല്ലേ? സ്തോത്രം. വിദേശ രാജ്യങ്ങളിലായിരിക്കുന്ന എൻ്റെ ദൈവദാസിദാസന്മാരുണ്ട്. മണലാരുണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ശമ്പളം കൂടുതലായിരിക്കാം. അവർ തങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളും നാട്ടിൽ കിടന്ന് അവിടെ ഒറ്റയ്ക്ക് ഏകാന്തതയുടെ വേദന അനുഭവിച്ച് ജോലിയെടുത്ത് കിട്ടുന്നതിന്റെ ഒരു പങ്ക് സുവിശേഷ വേലയ്ക്കെന്ന് പറഞ്ഞ് ദൈവദാസ നിങ്ങളുടെ കയ്യിൽ അയച്ചു തരുമ്പോൾ ഞാൻ വേദനയോട് പറയട്ടെ, അത് ഉപയോഗിക്കേണ്ടവണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ വാങ്ങിച്ചെടുക്കുന്ന ഓരോ ചില്ലിക്കാശിനും ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവരൊക്കെ ജോലി ചെയ്യുന്നത് അവരുടെ വീട്ടിനെ വളർത്തുവാൻ വേണ്ടിയാണ്, ജോലി ചെയ്ത് മക്കളെ വളർത്താൻ വേണ്ടി. പക്ഷേ ഒരു മാസം പോലും കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കേണ്ട നന്മ അവർ കൊടുക്കുന്നില്ല. അവർ ഉത്സാഹമുള്ളവരായി കൊടുക്കുന്നു. അതുകൊണ്ട് ദൈവം അവരെ അനുഗ്രഹിക്കും, മാനിക്കും. അത് സത്യം തന്നെയാണ്. പക്ഷേ ഇത് ഏറ്റെടുക്കുന്ന, ഇത് സ്തോത്രം ചെയ്ത് കർത്താവിന്റെ നാമത്തിൽ വേർതിരിക്കുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയട്ടെ, ഈ പൈസ ഉപയോഗിക്കേണ്ടവണ്ണം ഉപയോഗിച്ചില്ലെങ്കിൽ ഇതിന് നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. ആത്മാക്കൾക്ക് മാത്രമല്ല, ആത്മാക്കൾ ദൈവസഭയ്ക്ക് നൽകുന്ന, ദൈവരാജ്യത്തിന് നൽകുന്ന ഓരോ നാണയത്തുട്ടിനും നാം കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ, എന്നെ വേദനിപ്പിച്ചൊരു ഭാഗം, എൻ്റെ ചർച്ചിന്റെ അടുക്കൽ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. ഞാനൊരു 1-2 ദിവസം നോക്കിയപ്പോൾ ഒരു പാസ്റ്റർ അവിടെ വന്ന് നിൽക്കുകയാണ്. ആ പാസ്റ്ററുടെ ഭാര്യ അകത്ത് പോയി ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരിയായി അവർ പുറത്തു വരികയാണ്. എൻ്റെ മനസ്സൊത്തിരി വേദനിച്ചു. കാരണം ഈ പൈസ ആരുടെ പൈസയാണ്? രാത്രി എന്നില്ലാതെ പകലെന്നില്ലാതെ അധ്വാനിച്ച് കുഞ്ഞുങ്ങളെ വളർത്തേണ്ട സാമ്പത്തിക നന്മയുടെ ഒരു ഭാഗം കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി കൊടുത്തതിന്റെ ഒരു അംശമല്ലേ ദാണ്ടെ ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാക്കണം ദൈവദാസന്മാരെ, ഹല്ലേലൂയ, നമുക്ക് കിട്ടുന്ന പണം സൗന്ദര്യവർദ്ധനവിന് വേണ്ടിയല്ല, മുടി സ്ട്രെയിറ്റ് ചെയ്യാനുള്ളതല്ല, ബ്യൂട്ടി പാർലറിൽ പോയി സൗന്ദര്യവർദ്ധനവിനുള്ളതല്ല. ഓരോ ആത്മാവിന്റെയും ദൈവം തരുന്ന നന്മ അത് കർത്തരാജ്യ മഹത്വത്തിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. വാഹനം വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. സ്തോത്രം. മുന്തിയ കാറിൽ പോയാലേ ഒരു സുവിശേഷകനാകൂ എന്നുള്ള നിങ്ങളുടെ ചിന്ത നിങ്ങൾ മാറ്റണം. പ്രൈസ് ദി ലോർഡ്. ഈ മുന്തിയ കാറിൽ പെട്രോൾ ഒഴിക്കുന്നത് ഏത് പൈസ കൊണ്ടാ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂലിവേലക്കാരനെയും മണലാരുണ്യത്തിൽ കിടന്ന് ഗൾഫ് രാജ്യങ്ങളിൽ കിടന്ന് കഷ്ടത അനുഭവിച്ച് നമുക്ക് തരുന്ന സാമ്പത്തിക നന്മ കൊണ്ടല്ലേ ഇങ്ങനെ ലാഫിഷായിട്ട് നമ്മൾ കടന്നു പോകുന്നത്. ഇതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. എന്റെ ദൈവദാസനെ, കുടുംബ സ്വത്തല്ല, കുടുംബ ഷെയറിൽ നിന്ന് എടുത്തല്ല ഇതൊക്കെ ചെയ്യുന്നത്. കർത്തരാജ്യത്തിന് വേണ്ടി ഓരോ പാവപ്പെട്ട ദൈവമക്കളും തരുന്ന ഓരോ നാണയത്തുട്ടുകളുടെ നന്മയാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ വീട് വേണ്ടെന്നല്ല ദൈവദാസന്മാർക്ക്, നല്ല വീട് വേണം. മാന്യമായ വീട്, മാന്യമായ കാർ, ഇതൊക്കെ ദൈവദാസന്മാർക്ക് ഈ ഭൂമിയിൽ ദൈവം തരും. അത് വേണം. പക്ഷേ വീട്ടിന്റെ മുറ്റത്ത് 5 ലക്ഷം രൂപയുടെ ഒരു പട്ടിക്ക് വേണ്ടി 5 ലക്ഷം രൂപ മുടക്കി പട്ടിക്കൂടുണ്ടാക്കുന്ന ദൈവദാസന്മാരോട് പറയട്ടെ, നിങ്ങളുടെ ചർച്ചിനകത്ത് വിവാഹപ്രായത്തിലായിരിക്കുന്ന പെൺകുട്ടികളെ അയക്കാൻ നിവർത്തിയില്ലാതെ ഹൃദയം പൊട്ടുന്ന അനേക പാവപ്പെട്ട വിശ്വാസികൾ നിങ്ങളുടെ സഭയ്ക്കകത്തുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതെ പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 1, ആത്മാക്കൾക്ക് മാത്രമല്ല കണക്ക് കൊടുക്കുന്നത്. 2, ദൈവനാമത്തിൽ നമുക്ക് തരുന്ന ഓരോ രൂപയ്ക്കും നമ്മൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. നമുക്ക് ആഹാരം കഴിക്കാം, ദൈവം തരുന്ന ആയുസ്, ദൈവം തരുന്ന ശരീരം, നല്ല ആഹാരം കഴിക്കാം. പക്ഷേ ഞങ്ങൾ മുന്തിയ ഹോട്ടലിൽ കയറിയേ ആഹാരം കഴിക്കൂ എന്ന വാശി പിടിക്കുമ്പോൾ ഈ കിട്ടിയ ക്യാഷ് ഏതാണെന്ന് മനസ്സിൽ ഒന്ന് ചിന്തിച്ച്
നിങ്ങൾ പോയില്ലെങ്കിൽ അതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. സ്തോത്രം. ഞാൻ എൻ്റെ ദൈവദാസന്മാരോട് പറയുന്നു, ഇലക്ഷന് വേണ്ടി ലക്ഷങ്ങൾ കോടിക്കണക്കിന് നിങ്ങൾ മുടക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കൂടെ പ്രാർത്ഥിച്ച അനേക ഉപദേശിമാർ കയറിക്കിടക്കാൻ നിവൃത്തിയില്ലാതെ ചെറ്റക്കുടിൽ മറച്ചിന്നും കിടന്ന് വേദനപ്പെടുമ്പോൾ, ഒരു മഴ വരുമ്പോൾ മക്കളെ എവിടെ കൊണ്ടുവിടണമെന്ന് വേദനപ്പെടുന്ന അനേക അഭിഷക്തന്മാരുടെ ഇടയിൽ ഉള്ളപ്പോൾ ഇലക്ഷന്റെ പേരിലും അതിന്റെ പേരിലും ഇതിന്റെ പേരിലും സ്ഥാനത്തിന് വേണ്ടി മാനത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് രൂപ കോടതിക്കും പോലീസിനും നോട്ടീസിനും പോസ്റ്ററിനും മീഡിയയ്ക്കും വേണ്ടി ചെലവഴിക്കുന്ന ദൈവദാസനെ, ഈ കിട്ടിയ പൈസ ഏതെന്നറിയണ്ടേ? ദൈവരാജ്യത്തിനുള്ള പൈസയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ മുമ്പിൽ ഓരോന്നിനും കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ടെന്ന് ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഓരോ പൈസയ്ക്കും ദൈവനാമത്തിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഹല്ലേലൂയ. എത്രയോ പെൺകുട്ടികൾ വിവാഹപ്രായം കഴിഞ്ഞു, പ്രായം അമ്മയോളം വീട്ടിനകത്ത് ഇന്നും ഒതുക്കപ്പെട്ട് നിരാശപ്പെട്ട് ജീവിത വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്നവർ. ഒരല്പ പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ കുഞ്ഞിനെ അയക്കാമെന്ന് വേദനയോടെ ആയിരിക്കുന്ന അഭിഷക്തന്മാരുണ്ട്. എങ്കിലും അവരുടെ പ്രത്യാശ നഷ്ടപ്പെടാതെ, വിശ്വാസം നഷ്ടപ്പെടാതെ, വിശുദ്ധി നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവദാസന്മാരെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഹാർദമായി നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളെ ദൈവം മാനിച്ചിരിക്കും, ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ സാമ്പത്തിക നന്മകളെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് നിങ്ങൾ ഉപയോഗിക്കണം. നമ്മുടെ കൺവെൻഷനുകളൊക്കെ നടത്താറുണ്ട്. പണ്ടത്തെ നമ്മുടെ അപ്പച്ചന്മാർ കൺവെൻഷൻ നടത്തുമ്പോൾ എന്തൊരു മാന്യത, എത്രയോ ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു. വർഷത്തിൽ ഒരിക്കൽ ഓരോന്ന് നടത്തും. പക്ഷേ നൂറുകണക്കിന് ജനം നമ്മുടെ സഭകളിൽ വരും. അവിടെ അഭിഷേകത്തിന്റെ ശുശ്രൂഷ ഉണ്ടാകും. വചനം, മായമില്ലാത്ത വചനം പ്രസംഗിക്കും, മാനസാന്തരം നടക്കും. ഈ കൺവെൻഷൻ കഴിയുമ്പോൾ നൂറുകണക്കിന് ആൾക്കാർ സ്നാനക്കുളത്തിൽ സ്നാനമേൽക്കുന്ന ഒരു പതിവ് നമ്മുടെ ആത്മീയ ലോകത്തുണ്ടായിരുന്നു. ഇന്ന് കോടികൾ മുടക്കി കൺവെൻഷൻ നടത്തുന്നു. എന്തിന്? പ്രാസംഗ്യന്മാരുടെ പേരും പാട്ടുകാരുടെ നൃത്തവും മാത്രമല്ല, മറ്റുള്ളവരുടെ ജാതികളുടെ മുമ്പിൽ ഞങ്ങൾ എന്തോ ആണെന്ന് കാണിക്കാൻ പണം മുടക്കുന്ന ദൈവദാസന്മാരെ, ഈ പണം ഏതെന്നറിയണ്ടേ? ദാണ്ടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഓരോ പാവപ്പെട്ട ദൈവമക്കൾ മാറ്റിവെക്കുന്ന, കർത്താവിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു സാമ്പത്തിക നന്മയാണ്. ഇതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഞാൻ അങ്ങോട്ട് പോകട്ടെ, സമയപരിധികൾ കൊണ്ട് ഞാൻ മുമ്പിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. 3, ദൈവം തരുന്ന കൃപാവരങ്ങളിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതാണ് 5 കിട്ടിയവൻ 5 കൂടെ നേടി, 2 കിട്ടിയവൻ 2 കൂടെ നേടി. അപ്പോൾ 5 കിട്ടിയവൻ 5 കൂടെ നേടിയപ്പോൾ ഈ 5 എണ്ണം എന്റേതാണ്. യജമാനൻ 5 എണ്ണം തന്നു, ഞാൻ അത് മറ്റുള്ളവർക്ക് കൊടുത്ത് 5 കൂടെ നേടി. അപ്പോൾ 5 എണ്ണം എനിക്കാണെന്നല്ല പറഞ്ഞത്, ഈ 5 ഞാൻ നേടിയത് എന്റെ യജമാനന് വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഒരു കൃപാവരം തരുന്നത് സ്വത്തുണ്ടാക്കാനല്ല, പേരുണ്ടാക്കാനല്ല, സ്ഥാനമുണ്ടാക്കാനല്ല, വലിയ കാർ ഉണ്ടാക്കാനല്ല, വലിയ വീടുണ്ടാക്കാനല്ല, ആത്മരക്ഷയ്ക്കാണെന്ന് കൃപാവര പ്രാപ്തന്മാർ ഇന്ന് തിരിച്ചറിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു കൃപാവരം, ഒരു പ്രവചനം തന്നോ, ആ പ്രവചനം നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരു ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ആയിരിക്കണം. സ്തോത്രം. ഒരു സുവിശേഷ യോഗം, ഒരു സുവിശേഷം പറയാൻ നിങ്ങൾക്കൊരു അവസരം തന്നോ, അവിടെ ഷൈൻ ചെയ്യാനല്ല, നിങ്ങളുടെ മുമ്പിൽ വരുന്ന വ്യക്തിയെ മാനസാന്തരപ്പെടുത്താൻ ദൈവം നിങ്ങൾക്ക് തന്നതാണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. നമ്മുടെ പട്ടണത്തിൽ, കേരളക്കരയിൽ മാത്രമല്ല, ഈ ലോകത്ത്, ഈ ഇന്ത്യക്കകത്ത് അല്ലെങ്കിൽ വിദേശ മലയാളികളുടെ ഇടയിലും കേരളത്തിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവദാസൻ, പേര് പറഞ്ഞ് ഞാൻ ഉപദ്രവിക്കുന്നില്ല. ഒരിക്കൽ ഞാനും എൻ്റെ സഹോദരനുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തി. പുള്ളി കൊട്ടേഷൻ സംഘത്തിലെ ഒരു മനുഷ്യനെ പോലെ 20,000 രൂപ പറഞ്ഞു. ഞങ്ങൾ ഓക്കെ പറഞ്ഞു. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസത്തിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പൈസയില്ല. 20 പറഞ്ഞു. ഏകദേശം 12,000 രൂപ കയ്യിൽ കൊടുത്തു. ചോദിച്ചു, ഇത് എത്രയുണ്ട്? 12. അദ്ദേഹം ആ പൈസ ടീപ്പയിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ പറഞ്ഞ വാക്കുകൾ ഞാനിവിടെ പറയുന്നില്ല. ഞാൻ പറഞ്ഞതിന്റെ സാരം, സുവിശേഷം പണത്തിന്, ദൈവം തന്ന കൃപ പണത്തിന് വേണ്ടിയുള്ളതല്ല സഹോദരൻ ദൈവദാസനെ. ഹല്ലേലൂയ. മക്കളെ പഠിപ്പിച്ച് ഉന്നതങ്ങളിൽ കൊണ്ടുവരണം, നല്ല കാര്യമാണ്. പക്ഷെ കൃപാവരം വിറ്റുണ്ടാക്കുന്ന സാമ്പത്തിക നന്മ നിങ്ങൾക്ക് നന്മയായി തീരത്തില്ല. സ്തോത്രം. നിങ്ങളുടെ തലമുറകൾ ദോഷമായി തീരും. ഏലിയുടെ മക്കളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേദപുസ്തകത്തിനകത്ത്?
അപ്പന് കൃപാവരത്തിൽ തിളങ്ങി നിന്നവനാ. പക്ഷേ മക്കൾ ആ സ്ഥാനത്തുണ്ടായിരുന്നില്ല. മക്കൾ തെറ്റിപ്പോയി. ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ സാരം കൃപാവര പ്രാപ്തന്മാരോട് പറയുന്നു. തന്ന കൃപാവരത്തിന് നിങ്ങൾ ഒരു ദിവസം കണക്ക് കൊടുക്കേണ്ടി വരും. ആകയാൽ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിച്ചോട്ടെ. എൻ്റെ ദൈവദാസന്മാരോട് ഞാൻ ഒരു വാക്ക് താഴ്മയെ പറയുന്നു. നമുക്ക് തന്ന തലമുറകൾ നാളത്തെ നിങ്ങൾക്ക് പകരക്കാരനായ ഒരു സുവിശേഷകനായി തീരട്ടെ. നിങ്ങൾക്ക് തന്ന മകൾ നാളത്തെ സുവിശേഷകയായി തീരട്ടെ. നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ ഏറ്റെടുക്കാൻ നിങ്ങളുടെ തലമുറകളിൽ ഒരാളുണ്ടാകട്ടെ. നമ്മൾ വാ തോർന്ന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയല്ല. നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ തിരുവചനം എടുക്കുവാൻ നമ്മുടെ തലമുറകൾ നമ്മുടെ കൂടെ ഉണ്ടാകണം. ഞാനിരുന്ന സ്ഥാനത്ത് എൻ്റെ തലമുറ ഇരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു നിർത്തിക്കോട്ടെ. എല്ലാറ്റിനും കണക്ക് കൊടുക്കേണ്ടി വരും. ദൈവദാസനെ, ഇതൊരു വിമർശന ബുദ്ധിയോട് കാണാതെ ഒന്ന് ചിന്തിക്കണം. എൻ്റെ മുമ്പിൽ വന്ന ആത്മാക്കൾ എത്ര പ്രാവശ്യം പിന്മാറിപ്പോയി, എത്രയോ പേർ പിന്മാറിപ്പോയി. ഇന്ന് ജാതിയായി ജീവിക്കുക. ഇതിന്റെ കണക്ക് നമ്മൾ കൊടുക്കണ്ടേ? നമ്മൾ അവരെ ഒന്ന് കരുതിയിരുന്നെങ്കിൽ, ദൈവവചനപ്രകാരം അവരെ ഒന്ന് ചേർത്തണച്ചിരുന്നെങ്കിൽ, അവരെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ, അവരുടെ ജീവിതത്തിൽ വന്ന ആ ഇരുട്ടിന്റെ അവസ്ഥയിൽ ഞാനും കൂടെ ഒന്ന് പോയിരുന്നുവെങ്കിൽ അവർ ഇന്നും നിലനിൽക്കുമായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ കണക്ക് കൊടുക്കണം. ഒന്ന്, ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എനിക്കിനി ഒരവസരം കൂടെ എനിക്ക് തരണം. അല്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നോ നാളെയോ എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കുന്നു. മരണം നമ്മുടെ മുമ്പിലുണ്ട്, ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവുണ്ട്. നമ്മൾ ഒരുപക്ഷെ മരിക്കും. ഇന്ന് നമുക്ക് അന്യഭാഷ കാണാം, നമുക്ക് പ്രവചനം കാണാം, നല്ല ശുശ്രൂഷ ചെയ്യും. ജാതികളുടെ മുമ്പിൽ മറ്റുള്ളവർ മാന്യന്മാരാണ്. പക്ഷെ കർത്താവ് പറയുന്നു, തന്നതിന്റെ മുമ്പിൽ കണക്ക് തീർക്കുമ്പോൾ നിങ്ങളുടെ കൈ ബലപ്പെട്ടിരിക്കുമോ? ഹല്ലേലൂയ. കൈ ബലപ്പെട്ടിരിക്കുമോ? നിങ്ങളുടെ കയ്യിൽ ഞാനൊരു 1000 രൂപ തന്നു, നിങ്ങൾ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ എൻ്റെ അടുക്കൽ വരും, പാസ്റ്റർ ഇന്നതൊക്കെ ചെയ്തു, ബാലൻസ് ഇതാ. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിലെ ഈ കൊച്ചു ജീവിതത്തിൽ ദൈവം എൻ്റെ മുമ്പിൽ തന്ന കുറെ ആത്മാക്കൾ, കൃപാവരങ്ങൾ, കുറച്ച് പൈസ, ഇതെല്ലാം കണക്ക് ഞാൻ വെക്കുന്ന ഒരു ദിവസമുണ്ട്. അത് എന്നാണെന്നറിയില്ല. പക്ഷെ മരണത്തിനു മുമ്പ് അത് ക്രമീകരിക്കുക. നല്ല അപ്പന്മാർക്കൊരു ഗുണമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് സ്വന്തം മക്കൾക്കുള്ള ഷെയറുകളെല്ലാം എഴുതി വെക്കും, അവർക്കുള്ള പൈസയെല്ലാം എഴുതി വെക്കും. ഇതുപോലെ മരണത്തിനു മുമ്പ് നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ എവിടെയെങ്കിലും വീഴ്ച വന്ന് കാണുമായിരിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ആത്മീയ ശുശ്രൂഷയുടെ നടുവിൽ ഇന്ന് കോളക്കം സൃഷ്ടിച്ച പല വിഷയങ്ങളുള്ളപ്പോൾ നമ്മുടെ മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും നമ്മുടെ ഇത് മറന്നുപോയേക്കാം. പക്ഷെ കണക്ക് കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവദാസനെ, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കണം. സാമ്പത്തിക ഇടപാടുകളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് ഏറ്റു പറയണം. കർത്താവിനോട് ഇന്ന് പറയണം, ഇന്ന് മുതൽ എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ കാത്തു സൂക്ഷിച്ചോളാം. വിശ്വാസികൾ തരുന്ന ആഹാര സാധനങ്ങളുണ്ട്, പലരും അരികളുണ്ട്, ചിലർ റേഷൻ അരിയായിരിക്കാൻ തരുന്നത്. അതും കഴിക്കേണ്ടത് ദൈവദാസൻ തന്നെയാണ്, കുടുംബം തന്നെയാണ്. അതിനെ വേസ്റ്റാക്കി കളയരുത്. അത് ദൈവസ്ഥനിൽ വിലയുള്ളതാണ്. അത് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം ദൈവവചനം പറയുന്നു, എൻ്റെ ശിഷ്യൻ എന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഇത് കൊണ്ടുവരുന്ന ആ റേഷൻ അരിക്ക് പോലും ദൈവം കൊണ്ടുവരുന്ന വിശ്വാസിക്ക് പ്രതിഫലമിടുമ്പോൾ നിശ്ചയമായി കഴിക്കേണ്ട ഉത്തരവാദിത്വം എന്റേതാണ്, നിങ്ങളുടേതാണ്. അതിന് നിസ്സാരമായി കാണരുത്. എല്ലാറ്റും നമ്മൾ കണക്ക് കൊടുക്കണം. നമുക്ക് തന്ന സമയത്തിന് നമ്മൾ കണക്ക് കൊടുക്കണം. നമ്മൾക്ക് ദൈവം തന്ന തലമുറകളെ എങ്ങനെ വളർത്തുന്നു, നമ്മുടെ കുടുംബം എങ്ങനെ പോകുന്നു എന്നതിന് നമ്മൾ കണക്ക് കൊടുക്കണം. എന്നതിന്റെ അർത്ഥം ഒരു ദൈവപുരുഷന് ദൈവം തന്നിരിക്കുന്ന വലിയൊരു സ്ഥാനമാണ്. ദൈവം കഴിഞ്ഞാൽ ദൈവദാസന് ദൈവം വലിയൊരു വില കൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നാണ് പറയുന്നത്, ദൈവത്തിന്റെ പകരക്കാരൻ. ഈ ഭൂമിയിൽ ഒരു സഭയ്ക്കകത്ത് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ പ്രതിപുരുഷനെ അറിയിക്കാതെ ദൈവം സഭയ്ക്ക് സംഭവിക്കില്ല. അപ്പോൾ ദൈവദാസന്റെ പദവി എത്ര വലുതെന്ന് നോക്കണം. ഈ പദവിയിൽ നിന്നും നമ്മൾ തകർന്നു പോകരുത്. ഈ പദവിയിൽ ഇരുന്നു കൊണ്ട് ദുർവിനിയോഗം ചെയ്യരുത്. ഇന്ന് ദൈവത്തിന്റെ തീരുമാനമെടുക്കാം. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെയും ഞങ്ങളൊക്കെ ബലഹീനരാണ്. ഞങ്ങൾക്ക് വിശ്വാസികളെ കരുതേണ്ടവണ്ണം കരുതാൻ കഴിഞ്ഞിട്ടില്ല. വിശ്വാസികളെ അവർക്ക് കൊടുക്കേണ്ട ആത്മീയ ആഹാരങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കർത്താവ്, അവരുടെ കൂരിലിന്റെ അവസ്ഥയിൽ ഞങ്ങൾ മാറിപ്പോയ അവസ്ഥകളുണ്ട്. അവർക്ക് എണ്ണ പകരേണ്ട സമയത്ത് ഞങ്ങൾക്ക് പകരാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളോട് പൊറുക്കണം കർത്താവേ.
ദൈവമേ, പാവപ്പെട്ട വിശ്വാസികൾ, സാമ്പത്തികമുള്ളവർ തന്ന നന്മകളൊക്കെയും ഞങ്ങൾ നാനാവിധമാക്കി കഴിഞ്ഞു. കർത്താവെ, ആ ധൂർത്ത പുത്രൻ അപ്പനിൽ നിന്നും വാങ്ങിച്ച നന്മകളെല്ലാം ധൂർത്തടിച്ചതുപോലെ ഞങ്ങളുടെ പേര് വളരാൻ, ഞങ്ങളുടെ സ്ഥാനം ലഭിക്കാൻ, ഞങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറയുടെ വിഷയത്തിന് വേണ്ടി ദൈവത്തിൽ നിന്നും ദൈവം ഞങ്ങൾക്ക് തന്ന സാമ്പത്തികത്തെ വേസ്റ്റാക്കി കളഞ്ഞ കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളോട് പൊറുക്കണമേ. ഇന്നു മുതൽ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തരണമേ. കർത്താവെ, ഞങ്ങൾക്ക് ഒത്തിരി കൃപാവരങ്ങളുണ്ട്. ആ കൃപാവരങ്ങൾ ഇന്ന് കർത്താവെ റേറ്റ് പറഞ്ഞും സ്ഥാനമാനങ്ങൾ നോക്കി, മനുഷ്യരെ നോക്കി, വലിയ സഭയുണ്ട ചെറിയ സഭയെന്ന് നോക്കി ഞങ്ങൾ കളഞ്ഞ അവസ്ഥകളുണ്ട്. വലിയ സഭകളിൽ പോകുന്ന അവസ്ഥകളുണ്ട്. മറ്റുള്ളവരുടെ സ്ഥാനങ്ങൾ കണ്ട് പോകുന്ന അവസ്ഥകളുണ്ട്. കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണം കർത്താവെ. ഇന്ന് പകൽക്കാലം കർത്താവെ, ഞങ്ങളോട് പൊറുക്കണം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരു ബലഹീനതയാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സമയം ഞങ്ങൾ പലപ്പോഴും സുവിശേഷത്തിനിടയ്ക്കേണ്ട സമയം ഞങ്ങൾ വേസ്റ്റാക്കി കളഞ്ഞു. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. കർത്താവെ, ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങളുടെ അതേ സ്ഥാനത്ത് നിൽക്കാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്ന ഒരു തലമുറയെ ഞങ്ങളുടെ കുടുംബത്തിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളെ ആക്കി തീർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ കൊണ്ട് ഒതുങ്ങരുത് കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഞങ്ങളുടെ തലമുറകളെ ഈ പുസ്തകം എടുത്ത് സത്യ ഉപദേശത്തിന് വേണ്ടി നിൽക്കുവാൻ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ, ജനത്തിന് മുന്നിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഏതെങ്കിലും ദൈവദാസന്മാർ ഈ അവസ്ഥയിൽ കൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ കർത്താവെ, ഞങ്ങളോട് എല്ലാവരും ക്ഷമിച്ച് ഒരിക്കൽ കൂടി ദൈവം പണിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രൂശിന്റെ മറവിൽ മറയ്ക്കണം, സഹായിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. എന്റെ ദൈവദാസീദാസന്മാരെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ഇന്ന് പകൽക്കാലം വിമർശന ബുദ്ധിയോടുകൂടെ കാണാതെ എവിടെയാണോ വീഴ്ച ഒന്ന് താണിരിക്കാം. കാരണം യേശു വരാൻ പോവുകയാണ്. യേശു വന്ന ശേഷം നമുക്കിവിടെ ക്രമീകരണമില്ല. ഇപ്പോഴാകുന്ന സുപ്രസിദ്ധ കാലം, ഇപ്പോഴാകുന്ന രക്ഷയുടെ ദിവസം. നമുക്ക് കയറി വരാം. കർത്താവിന്റെ വരവ് താമസമെങ്കിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് കാണാം. ഇല്ലെങ്കിൽ നിത്യതയിൽ നമുക്ക് കർത്താവിനോട് കൂടെ ഒരുമിച്ച് വാഴുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ.